ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ചൈന ഗ്രാസ്, വിപ്പിംഗ് ക്രീം, അതുപോലെ തന്നെ ജെലാറ്റിൻ, ഇങ്ങനെ ഒരു വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയത് നമ്മൾ ഒരു ജാറിലേക്കിട്ട് അല്പം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അധികം പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു പാനിലിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് ഒരുപാട് ബ്രൗൺ കളറായി പോകാൻ പാടില്ല. അതോടൊപ്പം പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാദാ മിഠായി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം പഞ്ചസാര പൊടിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇടാനായിട്ട് ഒരു 4 ഏലക്ക. ഏലക്കയ്ക്ക് പകരം നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ബിസ്ക്കറ്റ് വേണം. ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോഫി പൗഡർ വേണം. കോഫി പൗഡറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു ടെക്സ്ചറാക്കി എടുക്കുന്നത്. ഇനി ഞാനൊരു പാനിലേക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട ശേഷം കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 30 സെക്കൻഡോളം ഇളക്കുമ്പോൾ കട്ടയൊക്കെ റെഡിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാരയും മൈദയൊക്കെ നന്നായിട്ട് പാലിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. ഇത് അടിഭാഗം കട്ടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇത് തിളയ്ക്കുന്നവരെ ഇളക്കുന്നത്. തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഉടനെ എടുത്ത് മാറ്റാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അന്നേരമാണ് ഈ ഒരു മിക്സ് നല്ല ക്രീം പോലെ ആയി വരിക. ഇത് ഇപ്പോൾ നല്ല രീതിക്ക് ക്രീം പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ആയിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫിലേക്ക് ഞാൻ അല്പം കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഓറഞ്ച് റെഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ആഡ് ചെയ്യാനായിട്ട്. ഇതിന് ഞാൻ 1.25 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മിക്സർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു വൈറ്റ് ക്രീമിലേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 2 ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ക്രീമാണിത്. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കേണ്ടി വരും. ഞാൻ ഏത് ട്രേ ആണോ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ആ ഒരു കോഫിയുടെ മിക്സിലേക്ക് മുക്കിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതേ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് മിക്സ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് മിക്സോ നമ്മൾ ഫുഡ് കളർ ചേർത്ത മിക്സ് ആദ്യം വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് എല്ലാ സൈഡിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ വൈറ്റ് മിക്സ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറും കൂടെ വെക്കാവുന്നതാണ്. ഞാൻ നേരിട്ട് ഈ ഒരു ഓറഞ്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓറഞ്ച് മിക്സും ഇത്
ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ക്രീം ഉപയോഗിച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പിസ്തയോ ബദാമോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഫ്രീസിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ഇത് നമ്മൾ വെക്കേണ്ടത്. എത്ര വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോളിഡ് രൂപത്തിലായിട്ട് കിട്ടുമെന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.